മാർച്ച് 2-നാണ് ഖത്തർ എനർജി ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. റാസ് ലഫാനിലെ എനർജി ഫെസിലിറ്റിക്കും മിസൈദിലെ പവർ പ്ലാന്റിനും നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാലാണ് ഉൽപാദനം നിർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തർ എനർജിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായക തീരുമാനങ്ങളിൽ ഒന്നാണിത്. ലോകത്തിലെ ആകെ LNG വിതരണത്തിന്റെ ഏകദേശം 20% ഖത്തറിൽ നിന്നാണ് വരുന്നത്. അതായത് ലോകത്ത് ഉപയോഗിക്കുന്ന 1/5 LNG ഗ്യാസും ഖത്തർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത്രയും വലിയൊരു സ്രോതസ് പെട്ടെന്ന് നിശ്ചലമാകുമ്പോൾ അത് ആഗോളതലത്തിൽ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഗ്യാസ് വിതരണ തടസ്സമായാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ യൂറോപ്യൻ വിപണിയിൽ ഗ്യാസ് വിലയിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 45 മുതൽ 50% വരെയാണ് വില കുതിച്ചുയർന്നത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ഗ്യാസിന് പകരമായി അവർ ഏറെ ആശ്രയിച്ചിരുന്നത് ഖത്തറിനെയായിരുന്നു. ഇപ്പോൾ ആ വാതിലും താൽക്കാലികമായി അടഞ്ഞതോടെ യൂറോപ്പിലെ ഊർജ്ജ സുരക്ഷ അപകടത്തിലായിരിക്കുകയാണ്. LNG മാത്രമല്ല, യൂറിയ, പോളിമറുകൾ, മെഥനോൾ, അലൂമിനിയം തുടങ്ങിയ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും ഖത്തർ എനർജി നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് ആഗോള വളം വിപണിയെയും നിർമ്മാണ മേഖലയും ഒരുപോലെ ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യയുടെ LNG ഇറക്കുമതിയുടെ 42%-ലധികം ഖത്തറിൽ നിന്നാണ്. ഖത്തറിലെ ഉൽപാദനം നിലച്ചതോടെ ഇന്ത്യയിലെ പ്രധാന ഗ്യാസ് കമ്പനികളായ പെട്രോനെറ്റ്, LNG, ഗെയിൽ, IOC തുടങ്ങിയവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഗ്യാസ് വിതരണത്തിൽ 10 മുതൽ 30% വരെ കുറവ് വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് വ്യവസായശാലകളുടെ പ്രവർത്തനത്തെയും വളം ഉൽപാദനത്തെയും ബാധിച്ചേക്കാം. നിലവിൽ ഇന്ത്യയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നുണ്ടെങ്കിലും ഖത്തറിലെ ഈ തടസ്സം നീണ്ടുപോയാൽ ഇന്ത്യയിൽ ഇന്ധന വിലയിലും ഗ്യാസ് വിലയിലും പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.